അഴിമതിക്കാരായ ക്രിമിനലുകളുടെ കൂടാരമാണ്. അതിന് ഏറ്റവും പുതിയ തെളിവാണ് വയനാട് DCC ട്രഷറർ MN വിജയന്റെയും മകന്റെയും ആത്മഹത്യ. അദ്ദേഹം സ്വയം വിഷം കഴിക്കുക മാത്രമല്ല, പരാശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത തൻ്റെ മകനെ കൂടി വിഷം കൊടുത്ത്, ഏതാണ്ട് കൊലപാതകമാണ്, മകന് വിഷം കൊടുക്കുകയും അതിനുശേഷം അദ്ദേഹം വിഷം കഴിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന അപകടമാണ്. അത്രമാത്രം ദുരന്തം അദ്ദേഹത്തിന് ഉണ്ടായതിന് കാരണം കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകന്മാരാണ്. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ നിയമനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 13ഓളം പേരിൽ നിന്നായി MLA IC ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിയത് തെളിവുകൾ സഹിതം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 2019 ഒക്ടോബർ മാസം 9-ാം തീയതി വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി താലൂക്കിൽ കുമ്പളേരി സ്കൂളിൽ നിന്നും പെൻഷൻ പറ്റിയ പീറ്റർ മാസ്റ്റർ ഇതിലെ ഒന്നാം കക്ഷിയായും, വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി താലൂക്കിൽ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ മണിച്ചിറ താമസിക്കുന്ന വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഖജാൻജി NM വിജയൻ, വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ട NM വിജയൻ ഇതിലെ രണ്ടാം കക്ഷിയായും താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി പരസ്പരം സമ്മതിച്ചൊപ്പിട്ടിരിക്കുന്ന കരാറുടമ്പടി നിബന്ധനകൾ കോൺഗ്രസ് ഭരിക്കുന്ന സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലോ പൂതാടി സർവീസ് ബാങ്കിലോ മടക്കിമല സർവീസ് ബാങ്കിലോ 3 പ്രധാനപ്പെട്ട ബാങ്കുകളാണ് ഉടമ്പടിയിൽ പരാമർശിക്കുന്നത്. ഒന്ന് സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക്, മറ്റൊന്ന് പൂതാടി സർവീസ് ബാങ്ക്, മറ്റൊന്ന് മടക്കിമല സർവീസ് ബാങ്ക്. ഈ 3 ബാങ്കിലോ ആദ്യം വരുന്ന ഒഴിവിൽ ഒന്നാം കക്ഷിയുടെ മകനെ, അതായത് പീറ്റർ മാസ്റ്ററിന്റെ മകനെ നിയമിക്കാൻ DCC പ്രസിഡന്റും MLAയുമായ ശ്രീ IC ബാലകൃഷ്ണൻ അവരുടെ നിർദ്ദേശത്തിന്റെയും ഉറപ്പിന്റെയും അടിസ്ഥാനത്തിൽ വയനാട് DCC ഖജാൻജിയായ രണ്ടാം കക്ഷി, അതായത് വിഷം കഴിച്ചു മരിച്ച NM വിജയൻ 30 ലക്ഷം രൂപ ഇതിലെ ഒന്നാം കക്ഷിയുടെ പക്കൽ നിന്നും കൈപ്പറ്റി ബോധ്യപ്പെട്ടു. പണം നൽകിയവർ തിരികെ ചോദിക്കുന്നുണ്ടെന്നും IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ള നേതാക്കളെ ഏൽപ്പിച്ച ലക്ഷക്കണക്കിന് രൂപ തിരികെ വാങ്ങിത്തരാൻ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് വിജയൻ 2021-ൽ KPCC പ്രസിഡന്റിന് കത്തയച്ചിരുന്നു. എന്നാൽ 3 വർഷമായിട്ടും നേതൃത്വം അനങ്ങിയില്ല. ജോലി കിട്ടില്ലെന്ന് ഉറപ്പായതോടെ പണം നൽകിയവർ അത് തിരികെ ചോദിച്ചു തുടങ്ങി. ചിലരുമായി കരാറുണ്ടാക്കിയെങ്കിലും പറഞ്ഞ സമയത്തിനുള്ളിൽ പണം മടക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ അച്ഛനും മകനും മാനക്കേട് സഹിക്കാനാവാതെ ജീവൻ ഒടുക്കുകയായിരുന്നു. ഏതെങ്കിലും കാരണവശാൽ നിയമനം ഒന്നാം കക്ഷിയുടെ മകന്, അതായത് ഈ പണം കൊടുത്തു എന്ന് പറയുന്ന ഈ കരാറുടമ്പടിയിൽ ഒപ്പിട്ടിരിക്കുന്ന പീറ്റർ മാസ്റ്ററുടെ മകന് കിട്ടാതെ വന്നാൽ ഈ 30 ലക്ഷം രൂപ മുഴുവനും ശ്രീ IC ബാലകൃഷ്ണൻ അവർക്ക് കൊടുത്തതിനാൽ MLAയുടെ പക്കൽ നിന്നും ഈ 30 ലക്ഷം രൂപയും അതിന്റെ ഇന്നു മുതലുള്ള 7% ബാങ്ക് പലിശയും വാങ്ങി രണ്ടാം കക്ഷി, അതായത് മരിച്ച NM വിജയൻ കക്ഷികൾക്ക് കൊടുത്ത് ബോധ്യപ്പെടുത്തുന്നതാണെന്ന് അതിന്റെ ഉറപ്പിലേക്ക് രണ്ടാം കക്ഷിയുടെ യൂണിയൻ ബാങ്കിലുള്ള ഒരു ചെക്ക് ഒന്നാം കക്ഷിക്ക് കൊടുത്ത് ബോധ്യപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇവരെ കൊലയ്ക്ക് കൊടുത്തു എന്ന് വേണം പറയാൻ. വിജയേട്ടൻ വിഷം കഴിച്ചതിനു ശേഷം ആ വീട്ടിലെത്തുന്നത് നെന്മേനി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട 2 കോൺഗ്രസ് പ്രവർത്തകരാണ്. ആ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പുണ്ടെന്നും അതിൽ ശ്രീമാൻ IC ബാലകൃഷ്ണൻ്റെയും DCC പ്രസിഡന്റിൻ്റെയും ഉൾപ്പെടെ പേരുണ്ടെന്നുമുള്ള വാർത്ത ആദ്യം മാധ്യമങ്ങളിലേക്കും എല്ലാം പകർന്നു കിട്ടിയത് കോൺഗ്രസ് നേതാക്കളുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. വയനാട്ടിൽ 2 പേരെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഏത് മാളത്തിലാണ് KPCC പ്രസിഡന്റ് പോയി ഒളിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് പൊളിച്ച് കാണിച്ചു തരാം, ആൺകുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരാം. എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കാത്തത്? സ്വാഭാവികമായിട്ട് ആരും പെട്ടെന്ന് പ്രതികരിക്കും. നീ അങ്ങനെ പ്രതികരിക്കരുത്, രാഷ്ട്രീയമല്ലേ. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയാണ് വയനാടൻ MP. അവരും വാ തുറന്നിട്ടില്ല. കോൺഗ്രസിനെ താങ്ങുന്ന മാധ്യമങ്ങൾ എത്രയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും.